ഇന്ന് ലോക മുസ്ലിംകൾക്കിൻ്റെ മാതൃകായോഗ്യമായ ഇസ്ലാമിക ചൈതന്യം ഇവിടെ വളർന്നു വന്നിട്ടുള്ളത്. ആ മഹത്തായ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് വളർന്ന തലമുറകളിലേക്കും ആ ഒരു സന്ദേശവും പൈതൃകവും പകർന്നു നൽകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പരസ്പരമുള്ള കലഹങ്ങളും തർക്കങ്ങളുടെയും പരിണിത ഫലം സമുദായത്തിനിടയിലുള്ള അകൽച്ച മാത്രമാകും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനത്തിന് ശക്തി പകരുവാൻ നാമൊക്കെ ഒറ്റക്കെട്ടായി ഐക്യത്തോടെ നീങ്ങേണ്ട ഒരു അവസരമാണിത്. നമുക്കറിയാം, മതനിരാസവും നിരീശ്വരവാദവും യുക്തിവാദവും അതുപോലെ തന്നെ വിദേശ പ്രസ്ഥാനങ്ങളുമൊക്കെ വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സമൂഹത്തെ അള്ളാഹുവിൻ്റെ മഹത്തായ സത്യമാർഗത്തിൽ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ സമൂഹമായി വാർത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മുൻഗാമികളായ ഉലമാക്കൾ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത്. ആ ഒരു ഉദ്യമം നിർവഹിക്കുവാൻ ഒറ്റക്കെട്ടായി പരസ്പരം സ്നേഹവും സൗഹൃദവും നിലനിർത്തിക്കൊണ്ട് നമുക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അതെല്ലാം പറഞ്ഞു തീർത്തുകൊണ്ട് ആത്മീയമായി വിശുദ്ധ ദീനിൻ്റെ ആ പ്രചരണ പ്രവർത്തനങ്ങളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും അതുപോലെ തന്നെ നമ്മുടെ പോഷക സംഘടനകൾക്കും നമ്മുടെ ഓരോ ഇസ്ലാമിക വൈജ്ഞാനിക കേന്ദ്രങ്ങളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനൊക്കെ ശക്തി പകർന്നുകൊണ്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ആ ഉന്നതമായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയാദർശ പ്രചരണ രംഗത്തും അതുപോലെ തന്നെ നമ്മെ നയിക്കുവാനുള്ള പണ്ഡിതന്മാരെ വളർത്തുന്ന ഈ സദ്യമകളിലെല്ലാം ആത്മാർത്ഥമായി പങ്കാളികളാകുവാൻ അള്ളാഹു നമുക്ക് സഹായിക്കുമാറാകട്ടെ. നമുക്കറിയാം, ഇവിടെ ഇന്ന് 520 വിദ്യാർത്ഥികൾ സനദ് വാങ്ങുവാൻ ഇരിക്കുകയാണ്. തീർച്ചയായിട്ടും പൂർവികർ കെട്ടിപ്പടുത്തിയ ആ പരസ്പര ഐക്യം നിലനിർത്താനായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനം ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം നമ്മിലുണ്ടാവുക. അതുകൊണ്ട് തന്നെ പരസ്പരമുള്ള വിദ്വേഷങ്ങൾ വെടിഞ്ഞ് ഒരുമിച്ച് നിൽക്കാനായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത്. എൻ്റെ വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ മറ്റൊരാളുടെ മനസ്സും വേദനിക്കില്ല എന്ന തീരുമാനത്തെ മനസ്സിൽ ചേർത്ത് വെച്ചുകൊണ്ട് സമൂഹത്തിനിടയിൽ നന്മ പ്രചരിപ്പിക്കാനായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത്. ഈ വർഷം സനദ് സ്വീകരിക്കേണ്ടിയിരുന്ന പ്രിയപ്പെട്ട ഫൈസി ഹാഫിൽ നെയ്ൻ എന്ന സഹോദരന് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അതിൽ പരിക്കേറ്റ സഹോദരന് അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇന്ന് സനദ് സ്വീകരിക്കുന്ന നമ്മുടെ ഫൈസി ബിരുദധാരികളെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു സമുദായമാണ് ഇവിടെയുള്ളത്. അവരുടെ പ്രതീക്ഷകൾക്ക് നിറം പകരുവാനും പുതിയ കാലത്ത് നമ്മുടെ പരിസരങ്ങളിൽ ചെയ്തു തീർക്കാൻ ഉള്ള ഉത്തരവാദിത്തങ്ങൾ ഏറെയാണ്. ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ മഹല്ലുകളിൽ